ഓക്കെ, അപ്പോൾ ഇത് മോഡൽ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഇതിൻ്റെ കോസ്റ്റ് ഷെഡ്യൂളും കൂടെ നമുക്കൊന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്കിവിടെ വ്യൂ എടുക്കണം. വ്യൂ, ഓക്കെ, ഇവിടെ വ്യൂ ഉണ്ട്. വ്യൂവിനകത്ത് ഓക്കെ, വ്യൂവിൽ നമുക്കിവിടെ ഷെഡ്യൂൾസ് ഉണ്ടല്ലേ. ഷെഡ്യൂളിനകത്ത് ഷെഡ്യൂൾ/ക്വാണ്ടിറ്റീസ് എന്നുള്ള കാര്യം നമ്മൾ എടുക്കണം. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ആദ്യമേ വോളിൻ്റെ കോസ്റ്റ് എത്രയാവും എന്നുള്ളവരെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ വോള് നമ്മളെടുത്തു, ഓക്കെ കൊടുത്തു. വോളിനകത്ത് എനിക്ക് വോളിൻ്റെ ഏരിയ അല്ലേ, വോളിൻ്റെ ഏരിയ എനിക്ക് കാണണം. അതിൻ്റെ പെർ യൂണിറ്റ് ഏരിയയുടെ കോസ്റ്റ് എനിക്ക് കൊടുക്കണം. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഇവിടെ ഒരു ടൈപ്പ് വോളേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോജക്റ്റ് ആകുമ്പോൾ, അല്ലെങ്കിൽ സാധാരണ ഒരു പ്രോജക്റ്റ് ആകുമ്പോഴത്തേക്കും പലതരം വോൾ കാണും. അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിപ്പോൾ ഏരിയ നമ്മൾ കൊടുക്കുന്നു. പിന്നെ അപ്പുറത്ത് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പെർ യൂണിറ്റ് ഏരിയയുടെ കോസ്റ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. അതിന് നമുക്കൊരു ഫോർമുല ഉണ്ട്. എന്താ, ഏരിയ ഇൻറ്റു കോസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ വോൾ കോസ്റ്റ് കൂടെ നമുക്ക് വേണം. അപ്പോൾ അതിന് നമുക്കൊരു ഫോർമുല നമുക്ക് യൂസ് ചെയ്യണം. നമുക്ക് ഇതിൻ്റെ ഉത്തരം ഒരു കറൻസിയിലായിരിക്കണം നമുക്ക് വേണ്ടത് അല്ലേ. വോൾ കോസ്റ്റ് നമുക്ക് കറൻസിയിൽ വരണം. അതിൻ്റെ ഫോർമുല നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്തുള്ള വേരിയബിൾസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഏരിയ വേണം, ഏരിയ ഇൻറ്റു കോസ്റ്റ് നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഏരിയ ഇൻറ്റു കോസ്റ്റ് ഒരു /1 കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് അതിൻ്റെ യൂണിറ്റിൻ്റെ ഇൻകൺസിസ്റ്റൻസി മാറ്റാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളല്ലാതെ ഒന്ന് കൊടുത്തു നോക്കുക. ഇപ്പോൾ സമയം കളയാൻ വേണ്ടി ഞാനത് നേരെ ആദ്യം കൊടുക്കുക. ഓക്കെ, അപ്പോൾ ടോട്ടൽ കോസ്റ്റ് നമുക്ക് കിട്ടി. ടോട്ടൽ വോൾ കോസ്റ്റ്. അപ്പോൾ ഏരിയ ഉണ്ട്, കോസ്റ്റ് ഉണ്ട്, ഫാമിലി ഉണ്ട്, ടോട്ടൽ കോസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഏറ്റവും ആദ്യമേ ഫാമിലി നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ മേളിലേക്ക് അപ്പ് ആരോ നമുക്ക് കൊടുക്കാം. അപ്പോൾ ആദ്യമേ ഏത് ടൈപ്പ് വോളാന്ന് പറയും, അതിൻ്റെ ഏരിയ വരും, അതിൻ്റെ കോസ്റ്റ് വരും. ഇപ്പോൾ കോസ്റ്റ് രണ്ടാമത് ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ കിടക്കട്ടെ. അത് ഞാൻ ഓക്കെ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി കോസ്റ്റ് ഞാൻ കൊടുക്കാനുണ്ട് അല്ലേ. അപ്പോൾ ബേസിക് വോളാണ് നമ്മൾ കൊടുത്ത ബേസിക് വോളാണ്. അതിൻ്റെ യൂണിറ്റിൻ്റെ കോസ്റ്റ് നമ്മളിവിടെ എൻ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് ഞാനത് റാൻഡമായിട്ടൊരു 400 രൂപ പെർ മീറ്റർ സ്ക്വയർ ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുമ്പോൾ അവർ പറയുക, ഇവിടെ നിങ്ങൾ കൊടുത്തു, ഇതുപോലെ തന്നെ ബാക്കി വോളുകളുണ്ടല്ലോ, അവിടെയും ഈ കോസ്റ്റ് തന്നെ കൊടുക്കട്ടെ എന്ന് അവർ ചോദിക്കുക. അപ്പോൾ അത് കൊടുത്തോളാം ഞാൻ പറയുന്നു. അപ്പോൾ എല്ലാം വന്നു. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഇവർ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക അല്ലേ. ഓരോ ഇതിന് ഏരിയ 20, ഇതിനകത്തൊരു ഒരല്പം റൗണ്ട് ചെയ്ത ഏരിയ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ടോട്ടൽ കോസ്റ്റ് വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്കൊരു റൗണ്ടഡ് അല്ലാത്ത വാല്യൂ ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് താഴെ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് താഴെ നമുക്ക് എഴുതി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ചെല്ലുക, വോൾ ഷെഡ്യൂൾ എടുക്കുക. വോൾ ഷെഡ്യൂളിൽ നമുക്ക് സോർട്ടിംഗ് എന്നൊക്കെ പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിനൊന്ന് താഴെ വയ്ക്കുക. ഓക്കെ, സോർട്ടിംഗ് അതല്ലെങ്കിൽ ഗ്രൂപ്പിംഗ് ഉണ്ട്. സോർട്ടിംഗ് ആൻഡ് ഗ്രൂപ്പിംഗ് ഉണ്ട്. സോർട്ട് ബൈയിൽ നമുക്ക് വ്യത്യാസമില്ല. ഫോർമാറ്റിംഗ് എടുക്കട്ടെ. ഫോർമാറ്റിംഗ്, സോർട്ടിംഗ്, ഗ്രൂപ്പിംഗിൽ ഗ്രാൻഡ് ടോട്ടൽ നമുക്ക് വേണം. ഗ്രാൻഡ് ടോട്ടൽ വന്നു. പിന്നെ അതുപോലെ ഫോർമാറ്റിങ്ങിൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് നമുക്ക് വേണം അല്ലേ. ടോട്ടൽ കോസ്റ്റ് വേണം കാൽക്കുലേഷൻ ചെയ്യാൻ. എന്താണ്, കാൽക്കുലേറ്റ് ടോട്ടൽസ് എന്നോട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് ഗ്രാൻഡ് ടോട്ടൽ ഇവിടെ 6 എലമെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ ഈ വാല്യൂസ് എല്ലാം കൂട്ടുമ്പോഴത്തേക്ക് 39,264 എന്നുള്ളൊരു വാല്യൂ നമുക്ക് വരും. അപ്പോൾ ഏരിയ ഇൻറ്റു കോസ്റ്റ് വെച്ച് നമുക്കിപ്പോൾ വോൾ ഷെഡ്യൂൾ ചെയ്തു. ഇതേപോലെ തന്നെ നമുക്ക് ഫ്ലോറിൻ്റെയും അതേപോലെ തന്നെ റൂഫിൻ്റെയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ വോളും ഫ്ലോറും ആകുമ്പോഴത്തേക്കും നമുക്ക് ഒറ്റ എലമെൻ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പല ഏരിയ വരത്തില്ലായിരിക്കും. അത് നിങ്ങളത് ചെയ്ത് നോക്കുക. അതിനകത്ത് കാര്യമായിട്ട് ബുദ്ധിമുട്ട് വരത്തില്ല. കൂടെ നമുക്കുള്ളത് ഏരിയയും കോസ്റ്റും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം. ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിനൊരു ഫോർമുല നമ്മൾ കൊടുത്തു. പിന്നെ ഏറ്റവും അവസാനം വരുമ്പോഴത്തേക്ക് സോർട്ടിംഗ് ആൻഡ് ഗ്രൂപ്പിംഗും ഫോർമാറ്റിംഗിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് അതിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഒരല്പം വ്യത്യാസമായിട്ടുള്ളത് നമുക്ക് ഡോറും വിൻഡോയുടെയൊക്കെ ഷെഡ്യൂളിനാണ്. അപ്പോൾ ഇപ്പോൾ ഈ വോൾ ഷെഡ്യൂൾ അല്ലേ, വോൾ ഷെഡ്യൂൾ ഞാനിപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. വോൾ ഷെഡ്യൂൾ ഞാനിപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യണം. എനിക്ക് രണ്ടാമത് ഒരിക്കൽ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയാണ് പോകേണ്ടത്? താഴെ നമ്മുടെ പ്രോജക്റ്റിനകത്ത് ഷെഡ്യൂൾസ് ആൻഡ് ക്വാണ്ടിറ്റി, ഇവിടുത്തെ വോൾ ഷെഡ്യൂൾ കിടപ്പുണ്ട്. വോൾ ഷെഡ്യൂൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് രണ്ടാമത് എനിക്ക് തിരിച്ച് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് മതി അല്ലേ. വോൾ ഷെഡ്യൂൾ ഞാൻ എടുത്തു. ഇനി അടുത്തതായിട്ട് എനിക്കിനി വ്യൂ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എൻ്റെ സ്ക്രീൻ റെക്കോർഡിങ്ങിൻ്റെ ഇത് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് മിനിമൈസ് ഒക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, വ്യൂവിനകത്ത് ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ ഷെഡ്യൂളുണ്ട്. ഷെഡ്യൂളിലേക്ക് വീണ്ടും ഞാൻ ഷെഡ്യൂൾ അല്ലെങ്കിൽ ക്വാണ്ടിറ്റീസിലേക്ക് ചെന്നു. എനിക്കിപ്പോൾ ഇവിടെ വേണ്ടത് എൻ്റെ ഡോർ ഷെഡ്യൂളാണെങ്കിൽ ഡോർ നമുക്ക് കൂടുതലുള്ളത് ഡോർ 2-3 തരം ഉണ്ട് അല്ലേ. അപ്പോൾ ഡോർ ഞാൻ കൊടുത്തു, ഡോർ ഞാൻ എടുത്തു, ഡോറ് ഓക്കെ കൊടുത്തു.
ഡോറിനകത്ത് എനിക്ക് ഏരിയ എനിക്ക് വരുന്നില്ല. എനിക്ക് അതിൻ്റെ കോസ്റ്റ് എനിക്ക് ആഡ് ചെയ്യണം. അതേപോലെ അതിൻ്റെ ഫാമിലി ആൻഡ് ടൈപ്പ് ഞാൻ കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ കൗണ്ടും കൂടെ എനിക്ക് കിട്ടണമെന്ന് വിചാരിച്ചു. 3 കാര്യങ്ങൾ എനിക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ കൊടുത്തു. ഫോമുലയിലേക്ക് നമുക്ക് വരാം. നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഞാൻ കൊടുത്തു. ഞാനത് ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്താ കോസ്റ്റ് അല്ലേ, നമുക്ക് വോള് 810ൻ്റെ പലതുണ്ട് അല്ലേ, അത് മൂന്നായിട്ട് കിടക്കുന്നത് അല്ലേ. 810ൻ്റെ ഓരോന്നിനും സെപ്പറേറ്റ് കോസ്റ്റ് എനിക്ക് എഴുതാൻ എനിക്ക് താല്പര്യമില്ല. അതിൻ്റെ കൗണ്ട് 3ആയിട്ടാണ് എനിക്ക് വരേണ്ടത് അല്ലേ. അപ്പോൾ ഇത് ഗ്രൂപ്പിങ്ങിൻ്റെ എന്തോ ഒരു പ്രശ്നമാണ് നമുക്ക് മനസ്സിലായപ്പോൾ സോർട്ടിങ് ആൻഡ് ഗ്രൂപ്പിംഗ് നമ്മൾ ചെല്ലുക. അപ്പോൾ അവിടെ ഐറ്റമൈസ് എവരി ഇൻസ്റ്റൻസ് എന്നുള്ളത് നമ്മൾ ടിക്ക് മാറ്റുക. ഐറ്റമൈസ് എവരി ഇൻസ്റ്റൻസ് എന്നുള്ളത് മാറ്റുമ്പോഴത്തേക്ക് എല്ലാം കൂടെ ഒരുമിച്ചായിപ്പോയി. അപ്പോൾ എനിക്ക് വീണ്ടും ഞാൻ തിരിച്ച് എൻ്റെ പഴയ സ്ഥലത്തേക്ക് ചെല്ലട്ടെ. ഇവിടെ ചെന്ന് ഗ്രൂപ്പിംഗ് ആൻഡ് സോർട്ടിങ്ങിലേക്ക് ചെന്നു. ഐറ്റമൈസ് എവരി ഇൻസ്റ്റൻസ് കൊടുത്തു. പിന്നെ എനിക്ക് ഗ്രാൻഡ് ടോട്ടൽ എനിക്ക് വേണം അല്ലേ. പിന്നെ ഫോമാറ്റിങ്ങിൽ കോസ്റ്റിൽ വന്നതിലേക്ക് കാൽക്കുലേറ്റ് ടോട്ടൽസും കൂടെ ഞാൻ കൊടുത്തു. ഓക്കെ അപ്പോൾ ഓക്കെ, ഇവിടെ വന്നു. കോസ്റ്റ് ഇപ്പോൾ 0 എന്ന് പറഞ്ഞ് കിടക്കുന്നു അല്ലേ. കോസ്റ്റ് 0 എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഇതിൻ്റെ എല്ലാം ഇൻഡിവിജ്വൽ കൗണ്ടും വന്നിട്ടുണ്ട്. ഞാൻ കോസ്റ്റിൽ പോയിട്ട് എൻ്റെ ഒരു ഡോറിന്, ഈ ആദ്യത്തെ ടൈപ്പ് ഡോറിന് ഞാനൊരു 8000 രൂപ കൊടുക്കുവാണ്. പിന്നെ ചെറിയ ഡോറുകൾക്കെല്ലാം ഞാനൊരു എല്ലാ ഇൻസ്റ്റൻസിനും കൊടുത്തോളൂ പറഞ്ഞു. എല്ലാ ഇൻസ്റ്റൻസ് പറയുമ്പോൾ മേലത്തെ ഒരു സെപ്പറേറ്റ് ഡോറാണ്, താഴത്തെ എല്ലാം ഇൻഡിവിജ്വൽ ഒരേപോലത്തെയാണ്. അപ്പോൾ അത് ഞാൻ 6000 എന്ന് കൊടുക്കുക. അപ്പോൾ ഇൻഡിവിജ്വലിന് കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് എല്ലാവർക്കും വന്നു അല്ലേ. അപ്പോൾ ടോട്ടൽ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 26,000 എന്നുള്ള കാര്യം വന്നു. ഇനിയിപ്പോൾ കോസ്റ്റ് എനിക്ക് എൻ്റെ ഓർഡർ മാറ്റണമെങ്കിൽ ഫീൽഡ് ഞാൻ എടുത്തു. എനിക്ക് ഏറ്റവും ആദ്യമേ ഫാമിലി ആൻഡ് ടൈപ്പ് എനിക്ക് വരണം. അപ്പോൾ അത് മേളിലേക്ക് കൊടുത്തു. പിന്നെ കൗണ്ട് എനിക്ക് അത് കഴിഞ്ഞിട്ട് വരണം. ഓക്കെ കൊടുത്തു. അപ്പോൾ എനിക്കത് വന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും നമുക്ക് വേണ്ടത്. വിൻഡോയും എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഡോറിൻ്റെയും വിൻഡോയുടെയും വോളിൻ്റെയും എല്ലാത്തിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഉള്ളത് മെറ്റീരിയൽ ടേക്ക് ഓഫ് ആണ്. ഇപ്പോൾ ഇതിനകത്ത് എത്ര മെറ്റീരിയൽ വേണം എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് അടുത്തൊരു ഭാഗമുള്ളത്. അത് നമുക്ക് തൽക്കാലം നമ്മുടെ എക്സസൈസിൽ നമ്മൾ ചെയ്യുന്നില്ല. അപ്പം മെറ്റീരിയൽ എടുക്കാൻ നേരത്താണെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ഒരു പർട്ടിക്കുലർ ഐറ്റം നമ്മൾ പറയുമല്ലോ, അതിൻ്റെ ഇൻഡിവിജ്വൽ എലമെൻറ്റ്സിലേക്ക് നമ്മൾ പോകും. ഓക്കെ, അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തൽക്കാലം നമ്മൾ പോകുന്നില്ല. നമ്മളിപ്പോൾ ഓവറോൾ കോഴ്സിൽ നിർത്തിയിരിക്കാം. ഓക്കെ, താങ്ക് യു.